ഓക്കെ. ഗ്രീഷ്മ ഗുഡ് ഈവനിങ്. ഓക്കെ. ലക്ഷ്മി ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. അതായത് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ഇന്ന് 13th ആണ്, 13th ഓഫ് നവംബറിലെ 13th ന്യൂസ് പേപ്പറിലേക്ക് നമ്മൾ പോകുമ്പോൾ മെയിൻ ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ റീഡ് ചെയ്യേണ്ട ആർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അത് മാത്രം നിങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്യണം. എല്ലാ ദിവസവും ഒരു 10-15 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ് കഴിയും. അതിനുശേഷം മിനിമം ഒരു 12 o'clock വരെയെങ്കിലും നിങ്ങൾ ഈ ന്യൂസ് പേപ്പർ വായിക്കണം, രാവിലെ വായിക്കാത്ത ആൾക്കാർ. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ സ്ക്രീൻ പ്രസന്റ് ചെയ്യാൻ പോയാണ്. അപ്പോ നമുക്ക് പത്രത്തിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറോടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും കാണുന്നുണ്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് റോൾസ് ഔട്ട് ₹1.19 lakh crore സ്റ്റിമുലസ് എന്ന് പറയുന്ന ന്യൂസ് ആണ്. എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നിർമ്മല സീതാരാമനാണ്. ഫിനാൻസ് മിനിസ്ട്രി ഇന്നലെ ഒരു അനൗൺസ്മെന്റ് നടത്തി. ആ അനൗൺസ്മെന്റ് അനുസരിച്ച് ഏകദേശം 1.19 lakhs crores 1,19,000 കോടി രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വേരിയസ് സ്റ്റിമുലസ് മെഷേഴ്സ് ആയിട്ട് നമ്മളുടെ എക്കോണമിയിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം കോവിഡ് പ്രോബ്ലം മൂലം ഉണ്ടായ ലോക്ക്ഡൌൺ, ആ ലോക്ക്ഡൌൺ മൂലം ഇന്ത്യ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള കൺട്രീസിന്റെ എല്ലാത്തിന്റെയും ജി ഡി പി എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, എല്ലാവർക്കും അറിയായിരിക്കും. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് പോകുന്ന ഒരു കാലമാണ് ഇപ്പോൾ. ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ, അതായത് ഏപ്രിൽ മെയ് ജൂൺ ക്വാർട്ടറിൽ മോർ ദാൻ 20% കോൺട്രാക്ട് ചെയ്തു. ഇപ്പം അതിനടുത്ത ഈ സെക്കൻഡ് ക്വാർട്ടറിൽ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ക്വാർട്ടറിലും ഏകദേശം 8% കൂടുതൽ കോൺട്രാക്ട് ചെയ്തു. അപ്പൊ അത്തരത്തില് കോൺട്രാക്ട് ചെയ്യപ്പെടുന്ന എക്കോണമിയാണ് വേൾഡ് വൈഡ്. ഇപ്പൊ ഇന്ത്യ ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് റിസഷൻ പീരീഡിലേക്ക് പോയ ഒരു സമയം കൂടിയാണ്. റിസഷൻ എന്ന് പറയുമ്പോൾ സാമ്പത്തിക മാന്ദ്യം എന്നുള്ളതിനപ്പുറം ഒരു വളരെ എന്താ പറയുന്ന കുറച്ചു നമ്മളുടെ എക്കോണമിക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു പീരീഡ് ആണ്, ഒരു ഫേസ് ആണ് റിസഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തില് നമ്മുടെ എക്കോണമിക്ക് ഒരു ഉണർവ് കൊടുക്കാൻ, ഒരു സ്റ്റിമുലസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരുപാട് മെഷേഴ്സ് എടുത്തു. ആ മെഷേഴ്സിന് പൊതുവെ അറിയപ്പെടുന്ന ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ വഴിയാണ്. ആത്മനിർഭർ ഭാരത് അഭിയാൻ ഇതാ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഞാൻ ഈ കാണിക്കുന്ന ന്യൂസിന്റെ ഇവിടെ നിങ്ങൾ കണ്ടോ ആദ്യമേ ആത്മനിർഭർ ഭാരത് അഭിയാൻ 3. ആത്മനിർഭർ ഭാരത് അഭിയാൻ 3 എന്ന് പറയാൻ കാര്യം ആത്മനിർഭർ ഭാരത് അഭിയാൻ 1 വഴി കുറെ അനൗൺസ്മെന്റ് നടത്തി. അത് കഴിഞ്ഞ് ആത്മനിർഭർ ഭാരത് അഭിയാൻ 2 വഴി കുറെ അനൗൺസ്മെന്റ് നടത്തി. ഇന്നലെ നടത്തിയത് അതിന്റെ 3ാം ഘട്ടമാണ്. ഈ കോവിഡ് പ്രതിസന്ധിയിൽ തളർന്ന ഇന്ത്യൻ എക്കോണമിക്ക് ഒരു സ്റ്റിമുലസ് മെഷർ ആണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റേജ് 3 ആണ് ഇപ്പം ഇന്നലെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ നടത്തിയത്. അതുകൊണ്ടാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ 3 എന്ന് അതിന് പേര് വന്നേക്കുന്നത്. അപ്പൊ അതിൽ 1.19 lakhs crores എമൗണ്ട് ഇന്ത്യയുടെ എക്കോണമിയിലേക്ക് വേരിയസ് മെഷേഴ്സ് ഉപയോഗിച്ച് ഇൻജെക്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ പറയുന്നത് ബൂസ്റ്റർ ഡോസ് എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ എക്കോണമിയിലേക്ക് നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളെ റൂറൽ മേഖലയിലുള്ള തൊഴിലുറപ്പ് പദ്ധതി എന്ന മലയാളത്തിൽ പറയുന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിലേക്ക് മാത്രം ഇന്നലെ ഗവൺമെന്റ് 10,000 crores സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അഡീഷണലി ഓൾറെഡി മോർ ദാൻ 1 lakh crore സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു 10,000 crore കൂടെ സ്പെൻഡ് ചെയ്യാൻ ഇന്നലെ തീരുമാനിച്ചു. ഈ 1.19 lakhs crores 10,000 crore മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അല്ലെങ്കിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊരു മെഷറാണ്. അതുപോലെ മറ്റൊരു മെഷർ എന്ന് പറയുന്നത് നമ്മളുടെ
1000 എംപ്ലോയീസിൽ താഴെയുള്ള കമ്പനീസ്, 1000 എംപ്ലോയീസിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല, 1000 എംപ്ലോയീസോ അതിൽ താഴെയോ ഉള്ള കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പിന്നീട് ന്യൂ എംപ്ലോയീസിനെ ഹയർ ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ എന്റെ കമ്പനിയിൽ 1000 എംപ്ലോയീസിൽ താഴെ ഉള്ളെന്ന് കരുതുക. ഇപ്പൊ ഞാനിപ്പോ ഒരു 50 എംപ്ലോയീസിനെ പുതുതായിട്ട് ഹയർ ചെയ്തു. അവരുടെ EPF ഡ്യൂസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പേ ചെയ്യും അടുത്ത 2 വർഷത്തേക്ക്. ഞാൻ പുതുതായിട്ട് എടുക്കുന്ന എംപ്ലോയീസിന്റെ EPF ഡ്യൂസ്, EPF എന്ന് പറഞ്ഞാൽ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടല്ലോ. അപ്പൊ എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് 12% പ്രൊവിഡന്റ് ഫണ്ട് കട്ട് ചെയ്യും. ഞാനാണ് എംപ്ലോയർ എങ്കിൽ 12% പ്രൊവിഡന്റ് ഫണ്ട് ഞാനും കൊടുക്കണം. അപ്പൊ ഓരോ മന്തിലും 24% ആണ് EPF അക്കൗണ്ടിലേക്ക് അടയ്ക്കേണ്ടത്. 12% ഫ്രം ദ എംപ്ലോയി സൈഡ് ആൻഡ് 12% ഫ്രം ദ എംപ്ലോയർ സൈഡ്. ടോട്ടൽ 24%. That 24% will be borne by Government of India for the next 2 years. If I employ if I give employment to new employees, അവിടെ പീരീഡ് പറയുന്നുണ്ട്. October 1, 2020 തൊട്ട്, കഴിഞ്ഞ October 2020 തൊട്ട് അടുത്ത June 30, 2021 വരെ ഞാൻ ആ കാലയളവിൽ എടുക്കുന്ന എംപ്ലോയീസിന്റെ പ്രൊവിഡന്റ് ഫണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് അടയ്ക്കുന്നത്. അപ്പൊ അതൊരു വേറൊരു പിന്നീട് കാര്യമായിട്ട് പറയുന്നുണ്ട് ഗവൺമെന്റ്. അതുപോലെ പിന്നീട് ഫേംസ് വിത്ത് മോർ ദാൻ 50 എംപ്ലോയീസ് മസ്റ്റ് ഹയർ അറ്റ്ലീസ്റ്റ് 5 മോർ ടു ബി കവേർഡ്. അതായത് ഇപ്പൊ ഈ ഒരു ബെനിഫിറ്റ് കമ്പനീസിന് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്റെ ഫേമില്, എന്റെ കമ്പനിയിൽ 50 എംപ്ലോയീസിൽ കുറയാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മിനിമം 5 എംപ്ലോയീസിനെങ്കിലും എക്സ്ട്രാ നിയമിച്ചിരിക്കണം. അതായത് എന്റെ ഫേമില് 50 എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 5 എംപ്ലോയീസിനെങ്കിലും ഞാൻ പുതുതായിട്ട് നിയമിച്ചാൽ മാത്രമേ എനിക്ക് ഈ ബെനിഫിറ്റ്, എന്റെ കമ്പനിക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ കൂടുതലായിട്ട് എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ് ഗവൺമെന്റ് അതുവഴി ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ ഫെർട്ടിലൈസർ സബ്സിഡി ആയിട്ട് ഇപ്പം ഈ COVID-19 പീരീഡിൽ ലോക്ക്ഡൌൺ ആയി കിടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടായെങ്കിൽ അത് അഗ്രികൾച്ചർ സെക്ടറിലാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ വെറുതെ വീട്ടിലിരുന്ന ആൾക്കാർ എല്ലാവരും കൃഷിയിലേക്ക് തിരിയുകയും ഒരുപാട് അഗ്രികൾച്ചർ മേഖലയിൽ പുതുതായിട്ട് ഏരിയ കൾട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇന്നലെ 65,000 crores 65,000 കോടി രൂപ പുതുതായിട്ട് ഫെർട്ടിലൈസർ സബ്സിഡി ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം ഇപ്പൊ ഏതെങ്കിലും എക്സാം നിങ്ങൾ ചോദിക്കുകയാണ്, ഫെർട്ടിലൈസർ സബ്സിഡി ആയിട്ട് എത്ര എമൗണ്ട് ആണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ 3യുടെ അണ്ടറിൽ ഗവൺമെന്റ് അനൗൺസ് ചെയ്തത്? 65,000 crore 65,000 കോടി രൂപ. പിന്നീട് പിന്നെ 2 crore വരെയുള്ള 2 കോടി രൂപ വരെയുള്ള വീടുകൾ, റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ബൈ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഇൻകം ടാക്സ് റിലീഫ് കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് ഇപ്പൊ എനിക്ക് വീടൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ടൊരു വീട് വാങ്ങുകയാണ്. അപ്പം അതിന് എനിക്ക് 2 കോടി രൂപ വരെ ഉള്ള വാല്യൂ ഉള്ള വീട്, അതിൽ കൂടുതൽ വാല്യൂ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഒന്നും കിട്ടത്തില്ല. അപ് ടു 2 crore വരെയുള്ള വീടുകൾ ഞാൻ വാങ്ങിയാൽ, എനിക്ക് മറ്റു വീടൊന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ആ വീട് വാങ്ങുമ്പോൾ ഈ കുറച്ച് ഇൻകം ടാക്സ് ബെനിഫിറ്റ്സ് തരാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. പിന്നീട് 18,000 crore അലോക്കേറ്റഡ് ടു PM ആവാസ് യോജന. പ്രധാനമന്ത്രി ആവാസ് യോജന നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ എയിം എന്താണെന്ന് നിങ്ങളോട് ആരെങ്കിലും ഏതെങ്കിലും എക്സാമിനോ ഏതെങ്കിലും ഇന്റർവ്യൂവിനോ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാണ്ട്സ് ടു ഗീവ് പക്ക ഹൗസസ് ടു ഓൾ ഇന്ത്യൻസ് ബൈ ദ ഇയർ ഓഫ് 2022. 2022 ഇന്ത്യയിലെ എല്ലാവർക്കും വീട്, ഹൗസസ് ഫോർ ഓൾ, ദാറ്റ് ഈസ് ദ എയിം ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പം അതിനു വേണ്ടിയിട്ട് ദേ ഫോർമുലേറ്റഡ് എ സ്കീം. ആ സ്കീമിന്റെ പേരാണ് സ്റ്റാർട്ടഡ് എ സ്കീം. ആ സ്കീമിന്റെ പേരാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. അപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അണ്ടറിൽ ഏത് വർഷത്തോടു കൂടിയാണ് ഇന്ത്യയിൽ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഗവൺമെന്റ് എയിം ചെയ്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം ബൈ 2022. 2022 എന്ന് പറയുന്ന ഇയറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ദാറ്റ്സ് വൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെറ്റ് എ ടാർഗറ്റ് ഓഫ് ഇയർ 2022 ഫോർ കൺസ്ട്രക്ടിങ് ഹൗസസ് ഫോർ ഓൾ. അപ്പം ആ 2022 എന്ന് പറയുന്ന ഇയറിന്റെ പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് ആലോചിച്ചിട്ട്. 2022 എന്ന് പറയുന്ന ഇയറിന്റെ പ്രത്യേകത ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയെ സംബന്ധിച്ച് എന്താണ്? അതെല്ലാം പറയാമോ?
75th ഇൻഡിപെൻഡൻസ് ഇയർ ആണ് ഇന്ത്യയുടെ. ഇന്ത്യ മിത്ര ആണ് പറഞ്ഞത് സിൽവർ ജൂബിലി അല്ല വിവേക് സിൽവർ ജൂബിലി എന്ന് പറഞ്ഞാൽ 25th ഇയർ ആണ്. ഇത് പ്ലാറ്റിനം ജൂബിലി ആണ്. മിത്ര ശരിയാണ്. 75th ഇൻഡിപെൻഡൻസ് ഡേ വരുന്നത് ആ വർഷമാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം വിവേക്. അത് മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ പറയുമ്പോഴാണ് നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാകുന്നത്. കാരണം പറയാതെ സൈലന്റ് ആയിട്ടിരിക്കുന്നവർക്ക് ഒരു മിസ്റ്റേക്കും ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നും ഒരു പ്രോബ്ലമേ അല്ല. ഞാൻ ജസ്റ്റ് ആ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ കറക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്നും പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, എന്തായാലും ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന്റെ 75th ആനിവേഴ്സറി ആണ് 2022. ദാറ്റ്സ് വൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ made a target of 2022 ഈ ഹൗസസ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന ടാർഗറ്റ് ഇയർ 2022 ആക്കിയത് ഇതുകൊണ്ടാണ്. അപ്പം അത് അറിഞ്ഞിരിക്കുക. പിന്നീട് അത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് അതിൽ പഠിക്കേണ്ടത്. അപ്പോൾ ആത്മനിർഭർ ഭാരത് 3 എന്ന് പറയുന്ന സംഭവത്തിന്റെ അണ്ടറിൽ 1.19 lakhs crores ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പെൻഡ് ചെയ്യാൻ പോണത്. അത് പ്രധാനമായിട്ട് ഏതൊക്കെ മേഖലകളിലാണെന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. പിന്നീട് അത്രയും അത് അറിഞ്ഞിരിക്കുക. അതിനുശേഷം ദ മാൻഡേറ്റ് ഈസ് ഇൻ അവർ ഫേവർ സെയ്സ് തേജസ്വി എന്നൊരു ന്യൂസ് ഉണ്ട്. അത് നിങ്ങൾ താല്പര്യമുള്ളവർ വായിക്കുക. എന്തിനെ കുറിച്ചായിരിക്കും നിങ്ങൾക്ക് അറിയാം. ബീഹാറിലെ ഇലക്ഷനെ കുറിച്ചാണ്. അപ്പം അത് താല്പര്യമുള്ളവർ വായിക്കുക. പിന്നീട് അതിനടുത്തത് AG ക്ലിയേഴ്സ് കണ്ടംപ്റ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് കുനാൽ കംറ എന്നൊരു ന്യൂസ് ഉണ്ട്. കുനാൽ കംറ എന്ന് പറയുന്നത് ഈ കപിൽ മിശ്രയൊക്കെ പോലെ ഒരു കപിൽ മിശ്ര അല്ലുള്ള ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഉണ്ടല്ലോ. അയാളുടെ പേരെന്താണ് ഹിന്ദിയിൽ ഞാൻ മറന്നുപോയി. അപ്പൊ എന്തായാലും ഈ കുനാൽ കംറ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. അയാള് ഇന്നലെ അർണാബ് ഗോസ്വാമി, റിപ്പബ്ലിക് ചാനലിന്റെ ഉടമസ്ഥനായ അർണാബ് ഗോസ്വാമിക്ക് സുപ്രീം കോർട്ട് ബെയില് കൊടുത്തതിനെ പരിഹസിച്ച്, സുപ്രീം കോടതിയെ പരിഹസിച്ച് ചില ട്വീറ്റുകൾ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിനെതിരെ, ഈ കുനാൽ കംറയ്ക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അല്ലെങ്കിൽ കോടതി അലക്ഷ്യ കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം അഡ്വക്കേറ്റുമാര് സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പൊ AG എന്ന് പറഞ്ഞാൽ ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഹയസ്റ്റ് ലോ ഓഫീസറാണ് AG, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. സോ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഗേവ് കൺസെന്റ് ടു ഇനിഷ്യേറ്റ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ഷൻ അഗെയിൻസ്റ്റ് കുനാൽ കംറ. അതാണ് സംഭവം. അപ്പൊ AGയുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി സുപ്രീം കോടതിക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ചുമത്താം കുനാൽ കംറയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്. AG എന്ന് പറഞ്ഞാൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഹയസ്റ്റ് ലീഗൽ ഓഫീസറാണ്. ഹു ഈസ് ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ? അറിയാവുന്നവർ പറയുക. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? അറിയാമായിരിക്കും എല്ലാവർക്കും. ആരും പറഞ്ഞില്ലല്ലോ. ഓക്കെ, കെ വേണുഗോപാൽ, ഗോകുല്, സാന്ദ്ര, ആര്യ, മിത്ര, ലക്ഷ്മി എല്ലാരും പറഞ്ഞു. ഓക്കെ, കെ വേണുഗോപാലാണ്. ഓക്കെ, അടുത്തത് ഓക്കെ. അപ്പൊ കെ വേണുഗോപാലാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എങ്കിൽ അറ്റോർണി ജനറലിന്റെ തൊട്ട് താഴെയുള്ള പോസ്റ്റിനെയാണ് നമ്മൾ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അറ്റോർണി ജനറലിന്റെ തൊട്ട് താഴെയുള്ള പോസ്റ്റിനെയാണ് നമ്മൾ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ സെക്കൻഡ് ഹയസ്റ്റ് ലോ ഓഫീസറാണ് സോളിസിറ്റർ ജനറൽ. ഗ്രീഷ്മ തുഷാർ മേത്ത, രേവതി തുഷാർ മേത്ത. അപ്പൊ തുഷാർ മേത്ത എന്നുള്ള ആൻസർ ഗ്രീഷ്മയും രേവതിയും പറഞ്ഞു. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലിന്റെ പേരാണ് തുഷാർ മേത്ത. ഓക്കെ, തുഷാർ മേത്ത. ശരി ഗോകുൽ, ശരിയാണ്. ഇനി അടുത്ത പേജ് തിരുവനന്തപുരം പേജാണ് നമുക്ക് വേണ്ട. അത് കഴിയുമ്പോൾ അതിനടുത്ത പേജും തിരുവനന്തപുരം പേജ് തന്നെയാണ്. അതിനടുത്ത പേജ് കേരള പേജ് ആയിരിക്കും. എല്ലാ ദിവസത്തെ ഒരു പാറ്റേൺ അതാണല്ലോ, കേരള പേജ് ആണ്. അതിന് അടുത്ത പേജിൽ ലോക്കൽ ബോഡി പോൾസിനെ കുറിച്ചൊക്കെയാണ്. കേരള പേജ് ആണ് വേണ്ട. അതിനടുത്ത പേജ് 6th പേജ് എഡിറ്റോറിയൽ പേജ് ആണ്. എഡിറ്റോറിയൽ പേജിൽ നിങ്ങൾ ആ ഫസ്റ്റ് എഡിറ്റോറിയൽ നോക്കുമ്പോൾ ഫോർ വൺ ആൻഡ് ഓൾ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. ഈ ഫോർ വൺ ആൻഡ് ഓൾ എന്ന് പറഞ്ഞ എഡിറ്റോറിയലിന്റെ ഫസ്റ്റ് സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തിനെ കുറിച്ചാണെന്ന്. ഇൻസ്റ്റന്റ് പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ലിബർട്ടി മസ്റ്റ് ബി ദ നോം ആൻഡ് നോട്ട് ഡിഷ്ഡ് ഔട്ട് ഓൺ പ്രയോറിറ്റി ബേസിസ് എന്നാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പേഴ്സണൽ ലിബർട്ടിയുടെ ഒരു ഇഷ്യൂ ഇപ്പൊ ഈ ഇടയ്ക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, അർണബ് ഗോസ്വാമിയെ ഒരു കേസിൽ മഹാരാഷ്ട്ര ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. പക്ഷേ ആക്ച്വലി പുള്ളിയുടെ പേഴ്സണൽ ലിബർട്ടി ഹർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദാറ്റ് ഇസ് എ റിയാലിറ്റി. പക്ഷേ സാധാരണ അത്തരം കേസസിൽ ലോവർ കോർട്ടുകളാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ലോവർ കോർട്ടാണ് നമുക്ക് അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികൂലമായോ വിധികൾ പറയുന്നത്. പക്ഷേ ലോവർ കോർട്ടിൽ ജാമ്യാപേക്ഷ ബെയിൽ പ്ലീ കൊടുത്തതോടൊപ്പം തന്നെ അർണബ് ഗോസ്വാമി ഹൈക്കോർട്ടിൽ കൊടുത്തു. ഹൈക്കോർട്ട് പക്ഷേ അത് ഡിനൈ ചെയ്തു. ഹൈക്കോർട്ടിൽ നിന്ന് നേരെ ഡയറക്ട്ലി സുപ്രീം കോർട്ടിലേക്കാണ് അർണബ് ഗോസ്വാമി പോയത്. അപ്പം അവിടെ നിന്ന് സുപ്രീം കോടതി ഡയറക്ട്ലി അർണബ് ഗോസ്വാമിക്ക് ബെയില് കൊടുത്തു.
പക്ഷേ ഈ ബെയിൽ കൊടുത്താൽ ശരി തന്നെ എന്നാണ് ഹിന്ദുവും പറയുന്നത്. പക്ഷേ അവിടെ അവർ പറയുന്നത് ഇതേ സിമിലർ കേസസ് ഫേസ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന കുറെ ആൾക്കാർ ഇന്ത്യയിലുണ്ട്. അപ്പം അവർക്കൊന്നും പിന്നീട് ഈ ഒരു പ്രിഫറൻസ് കൊടുക്കാതെ അർണബ് ഗോസ്വാമിയുടെ കേസ് മാത്രം ഇത്ര ഫാസ്റ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യുന്നത് എന്തിന് എന്നൊരു ക്വസ്റ്റ്യനാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതേ ഉള്ളൂ അതിൻ്റെ അകത്തുള്ള ഒരു കണ്ടന്റ്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ എക്സ്റ്റെൻഡഡ് ലീസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അതെന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ IPL കുറിച്ചാണ്. IPL റിമെയിൻഡ് എ സക്സസ് ആസ് എ ടെലിവിഷൻ സ്പെക്ടക്കിൾ ഡെസ്പൈറ്റ് ദ ബയോ ബബിൾ എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലാണ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ദുബായിൽ വെച്ചാണ് പ്രാവശ്യത്തെ IPL നടന്നത്, ഇന്ത്യൻ പ്രീമിയർ ലീഗ് നടന്നത്. കോവിഡ് കത്തി നിൽക്കുന്ന സമയത്താണ് ഈ IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് നടന്നത്. അപ്പം ഈ കോവിഡ് ഇത്രയും വലിയ പ്രോബ്ലമായിട്ട് ഉണ്ടായിരുന്നിട്ട് പോലും ഒരു ഗൾഫ് രാജ്യമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായില് വച്ച് നടന്ന IPL ഒരു ഗ്രാൻഡ് സക്സസ് ആയിട്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ മുംബൈ ഇന്ത്യൻസ് ഇതുവരെ ഏറ്റവും കൂടുതൽ കപ്പുകൾ നേടിയ ടീം എന്ന് പറയുന്ന ബഹുമതിയോടുകൂടി ഒരു ഇപ്രാവശ്യം അവർ തന്നെ വിൻ ചെയ്തു. അപ്പം ആ ഒരു എഡിറ്റോറിയലാണ് എക്സ്റ്റെൻഡഡ് ലീസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. IPL കമ്മീഷണർ ആരാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? IPL ഹെഡ് ഇന്ത്യയിലെ BCCയുടെ ഹെഡ് എല്ലാവർക്കും അറിയാം, സൗരവ് ഗാംഗുലിയാണ്. ക്രിക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ BCC ആണ്, ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. BCCയുടെ ഹെഡ് സൗരവ് ഗാംഗുലിയാണ്. പക്ഷെ ഈ IPL ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ഒരു സെപ്പറേറ്റ് ഹെഡ് ഉണ്ട്. അതാരാണെന്ന് പറയാമോ? IPL ഹെഡ് ബ്രിജേഷ് പട്ടേൽ. ശരിയാണ് ഗോകുൽ, ബ്രിജേഷ് പട്ടേലാണ്. BRIJESH. ബ്രിജേഷ് പട്ടേൽ ഇസ് ദ IPL കമ്മീഷണർ ഓഫ് ഇന്ത്യ. പിന്നെ അതേ പേജിൽ തന്നെ നമുക്ക് 2 ആർട്ടിക്കിൾസ് കാണാം. ലൈക്ക് ലോങ് കോവിഡ് ദർ ഈസ് ലോങ് ട്രംപ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. അത് ഞാൻ പറഞ്ഞില്ല, US ഇലക്ഷൻ നടന്നതിന്റെ അന്ന് തൊട്ട് ട്രംപിനെയും ബൈഡനെയും അവരുടെ സ്വഭാവ സവിശേഷതകളെയും അവരുടെ ഇമ്പാക്റ്റിനെയും ഒക്കെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് താല്പര്യം വായിക്കുക, സമയമില്ലെങ്കിൽ അത് വായിച്ചിട്ടും കുഴപ്പമില്ല. പക്ഷെ അതിന്റെ അടുത്ത ആർട്ടിക്കിൾ മീഡിയ റെഗുലേഷൻ ദാറ്റ് ഈസ് ക്വയറ്റ് ഓവർ ദ ടോപ്പ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ, അത് നിങ്ങളൊന്ന് വായിച്ചാൽ കൊള്ളാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പൊ എടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ആർട്ടിക്കിൾ ആണ് ഇതെന്ന് പറയുന്നത്. മീഡിയ റെഗുലേഷൻ ദാറ്റ് ഈസ് ക്വയറ്റ് ഓവർ ദ ടോപ്പ്. സംഭവം എന്താണെന്ന് വെച്ചാൽ OTT പ്ലാറ്റ്ഫോംസ് റെഗുലേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ച കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ്. ഇന്നലെ OTT പ്ലാറ്റ്ഫോംസ്, OTT എന്ന് പറഞ്ഞാൽ ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോം, അതായത് ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ പോലുള്ള സംഭവങ്ങൾ. അപ്പൊ ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് OTT പ്ലാറ്റ്ഫോംസിനെ കൊണ്ടുവന്നത്? ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് OTT പ്ലാറ്റ്ഫോംസിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞാണ്. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? ഓക്കെ, ഗ്രീഷ്മ, ആര്യ, മിത്ര, 3 പേര് പറഞ്ഞു ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്. അപ്പൊ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് OTT പ്ലാറ്റ്ഫോംസിനെ റെഗുലേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ മിനിസ്റ്റർ ഗോകുൽ ശരിയാണ്, ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയാണ്. മിനിസ്റ്റർ ഗ്രീഷ്മ പറഞ്ഞു ശരിയാണ്, പ്രകാശ് ജാവദേക്കർ ആണ്. രേവതി, ഗോകുൽ, ആര്യ എല്ലാവരും പറഞ്ഞു പ്രകാശ് ജാവദേക്കർ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ. ഓക്കെ, അപ്പൊ പക്ഷെ ഇപ്പോ ഇതിലിപ്പോ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോംസ് അതുവഴിയുള്ള പിന്നീട് കണ്ടന്റ്സിനെ റെഗുലേറ്റ് ചെയ്യുമ്പോൾ അതുവഴി പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂസുകളെ റെഗുലേറ്റ് ചെയ്യാൻ ഗവൺമെന്റിന് പറ്റും. അപ്പൊ അതുവഴി ആന്റി ഗവൺമെന്റ് ന്യൂസുകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് വേണമെങ്കിൽ ഒരു മീഡിയ സെൻസറിങ് പോലെ റെഗുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഴയ ഒരു ജേർണലിസ്റ്റ് ശശികുമാർ എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. താല്പര്യമുള്ളവർ വായിക്കുക, താല്പര്യമുള്ളവരല്ലാതെ വായിച്ചാൽ കൊള്ളാം. പിന്നെ ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ ആണ് ഏറ്റവും താഴെ. അത് മസ്റ്റായിട്ട് വായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്താണെന്ന് വെച്ചാൽ എവ്രി ഡേ there will be some letters in Hindu newspaper. Those letters will be about the important issues, current ആയിട്ടുള്ള important issuesനെ കുറിച്ചാണ്. So you will get an idea what the people are thinking about all those issues. അവരുടെ divergent views അതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ തന്നെ ഓവർ ദ ടോപ്പ് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസിന് ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചാണ്. അതിൽ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളാണ്. ഇത് പലർക്കും പല അഭിപ്രായമായിരിക്കും. അത് വായിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ലെറ്റേഴ്സ് ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇത് OPED പേജ് എന്ന് പറയും. എഡിറ്റോറിയലിന്റെ ഓപ്പോസിറ്റ് പേജ് ആയിട്ടാണ് OPED എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജ്. അവിടെ കണ്ടോ, ക്യാൻ ദ റൈറ്റ് ടു വർക്ക് ബി മെയ്ഡ് റിയൽ ഇൻ ഇന്ത്യ. ക്യാൻ ദ റൈറ്റ് ടു വർക്ക് ബി മെയ്ഡ് റിയൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് റൈറ്റുകളുണ്ട്.
റൈറ്റ് ഇപ്പൊ ഈ ഇടയ്ക്ക് റൈറ്റ് ടു ഫുഡ് കൊണ്ടുവന്നു. റൈറ്റ് ടു ഫുഡ് വന്നതിന് ശേഷമാണ് NFSA എന്ന് പറഞ്ഞൊരു ആക്ട് വന്നു, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. NFSA ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു ആക്ട് ആണ് NFSA, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്തിനാണ് കൊണ്ടുവന്നത് വെച്ചാൽ റൈറ്റ് ടു ഫുഡിന് വേണ്ടിയിട്ടാണ്. ഭക്ഷണം അവകാശമാക്കി മാറ്റി. അതുകൊണ്ടാണ് ഇന്ത്യയിലെ വളരെ പാവപ്പെട്ടവരായ ആൾക്കാർക്ക് റേഷൻ കടകൾ വഴി ഭക്ഷ്യധാന്യങ്ങൾ, അരിയും ഗോതമ്പും എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റാണ് കൊടുക്കുന്നത്. കുറച്ചുകൂടെ പൈസ ഉള്ള ആൾക്കാർക്ക് ചെറിയൊരു എമൗണ്ട് വാങ്ങിക്കൊണ്ട് കൊടുക്കും. APL കാറ്റഗറിയിലുള്ളവർക്ക് മാത്രം കൂടുതൽ എമൗണ്ട് വാങ്ങിക്കൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കും ഗവൺമെന്റ്, ഫുഡ് ഗ്രെയിൻസ് കൊടുക്കും. അതിന്റെ കാരണം ഇന്ത്യയിൽ ഫുഡ് ഇല്ലാതെ ആരും പട്ടിണി കിടക്കേണ്ട കാര്യമില്ല. കാരണം ഫുഡ് ഈസ് എ റൈറ്റ് ഫോർ ഓൾ ഇന്ത്യൻസ്. അപ്പം അത് റൈറ്റ് ടു ഫുഡ് ആണ്. അത് NFSA ആക്ട് വഴിയാണ് വന്നത്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വഴി. അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുന്നത് 6 വയസ്സ് തൊട്ട് 14 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന സംഭവം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന സംഭവം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ്. അത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ആഡ് ചെയ്തു. അതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ആർട്ടിക്കിൾ 21A. അപ്പം എഡ്യൂക്കേഷൻ റൈറ്റാണ്. അതുപോലെ റൈറ്റ് ടു വർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ഡിസ്കഷനാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ന്യൂസ് അല്ല, അതൊരു ന്യൂസ്, ഒരു ആർട്ടിക്കിളാണ്. റൈറ്റ് ടു വർക്ക്. പക്ഷെ റൈറ്റ് ടു വർക്ക് ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അല്ലെങ്കിൽ MGNREG സ്കീം എന്നൊക്കെ പറയുന്ന റൈറ്റ് ടു വർക്കുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. ആൾക്കാർക്ക് ജോലി ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ ജോലി ഒരു അവകാശമായിട്ട് മാറ്റുന്നു. അപ്പൊ ഗവൺമെന്റ് അവർക്ക് ജോലി കൊടുക്കേണ്ടി വരും. ഇപ്പോഴും ഗവൺമെന്റ് ജോലി കൊടുക്കുന്നുണ്ട്. ജോലി ഇല്ലാത്ത എല്ലാവർക്കും ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഭാഗമാകാം. അപ്പൊ അത് ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ട് റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം, റൈറ്റ് ടു ഫുഡും റൈറ്റ് ടു എഡ്യൂക്കേഷനും ഒക്കെ വന്നതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്ത് റൈറ്റ് ടു വർക്ക് വരേണ്ട ആവശ്യകതയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ വേറെ ഒന്നും നമുക്ക് ഇനി വായിക്കുകയില്ല, ബാക്കിയൊക്കെ ഞാൻ നോക്കിയതാണ്. നമുക്ക് ആവശ്യമുള്ളൊരു പ്രധാനപ്പെട്ട സംഗതി അതാണ്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ സൗത്ത് ഇന്ത്യൻ പേജാണ് 8th പേജ് എന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. സൗത്ത് ഇന്ത്യൻ പേജാണ് 8th പേജ്. ആ 8th പേജിൽ പക്ഷേ ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്. ഇന്ത്യ മേക്സ് പ്രോഗ്രസ് ഇൻ വാക്സിനേഷൻ കവറേജ്. അതായത് ഇന്ത്യ ലോകത്തില് കുട്ടികൾക്ക് പല പിന്നീട് വാക്സിനേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കാത്തതുകൊണ്ട് ഒരുപാട് ഇപ്പൊ പോളിയോ ഒക്കെ ഒരു സമയത്ത് ഒരുപാട് ഉണ്ടായിരുന്ന രാജ്യമാണ്. നമ്മുടെ പിന്നീട് പോളിയോ ഫ്രീ ആയിട്ട് മാറി. നമ്മുടെ പോളിയോ ഡ്രോപ്സ് ഒക്കെ എല്ലാ കുട്ടികൾക്കും കൊടുത്തുകൊണ്ട്. അതുപോലെ ഇന്ത്യയിൽ പല ടെറ്റനസ്, പിന്നീട് റൂബല്ല, അതുപോലെ മീസിൽസ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് ഇപ്പൊ വാക്സിനേഷൻ യൂണിവേഴ്സൽ കവറേജ് കൊടുത്തുകൊണ്ട് കുട്ടികളെ ഈ അസുഖങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഗവൺമെന്റ് ഒരു സ്കീം നടപ്പാക്കുന്നുണ്ട്. ആ സ്കീമിന്റെ പേര് അറിഞ്ഞിരിക്കണം. അതിന്റെ പേരാണ് മിഷൻ ഇന്ദ്രധനുഷ്. മിഷൻ ഇന്ദ്രധനുഷ് ടു പ്രൊവൈഡ് യൂണിവേഴ്സൽ കവറേജ്. എന്തിന്റെ യൂണിവേഴ്സൽ കവറേജ്? ടു പ്രൊവൈഡ് യൂണിവേഴ്സൽ വാക്സിനേഷൻ കവറേജ്. മനസ്സിലായി? യൂണിവേഴ്സൽ വാക്സിനേഷൻ കവറേജ് എന്ന് പറയുമ്പോൾ ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ഇന്ത്യ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് അല്ലെങ്കിൽ ക്രീഡ് അല്ലെങ്കിൽ റേസ്, ഒന്നും കൺസിഡർ ചെയ്യാതെ ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് വാക്സിനേഷൻ കവറേജ് പ്രൊവൈഡ് ചെയ്യാനുള്ള സ്കീമാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്. ഈ മിഷൻ ഇന്ദ്രധനുഷിൽ 7 അസുഖങ്ങൾക്കെതിരെയാണ് വാക്സിനേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് വഴി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ റീസെന്റ് ആയിട്ട് ഗവൺമെന്റ് 12 ഡിസീസസിനാക്കി അല്ലെങ്കിൽ 12 ഡിസീസസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് വഴി ഇപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന സ്കീം. അപ്പം അവിടെ അത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഓക്കെ, ബാക്കിയെല്ലാം നമ്മളുടെ എന്താണ് സൗത്ത് ഇന്ത്യൻ ന്യൂസുകളാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ ജ്യോതിരാദിത്യ സിന്ധ്യയുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഈ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ആക്ച്വലി മധ്യപ്രദേശിൽ BJP ഗവൺമെന്റ് വരാൻ കാരണം. ഇലക്ഷൻ നടക്കുമ്പോൾ മധ്യപ്രദേശിൽ BJPയെക്കാളും ഒരു 5-6 സീറ്റ് കൂടുതൽ കിട്ടിയത് കോൺഗ്രസിനായിരുന്നു. പക്ഷേ ഈ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പറയുന്ന കോൺഗ്രസ് ലീഡർ 28 MLA ആയും കോൺഗ്രസിൽ നടത്തിയെടുത്ത് BJPയിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ലോയലിസ്റ്റുകൾക്ക് എല്ലാവർക്കും
സീറ്റ് പഠിപ്പിച്ച് പിന്നീട് BJP ബാനറിൽ മത്സരിപ്പിക്കുകയും അതിൽ 28-ൽ 19 പേരും ജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ ശിവരാജ് സിംഗ് ഗവൺമെന്റ് അധികാരത്തിൽ തുടരാൻ അർഹത നേടിയത്. അപ്പം അതുകൊണ്ടാണ് പുള്ളിയായിട്ടൊരു ഇന്റർവ്യൂ അവിടെ ഉള്ളത്. അപ്പൊ ശിവരാജ് സിംഗ് ചൗഹാനാണ് മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ. പിന്നെ JNK ട്രയാങ്കുലർ ഫൈറ്റ് ഇൻ DDC ഇലക്ഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. DDC എന്ന് പറയുന്ന സംഭവം ജമ്മു ആൻഡ് കാശ്മീരിലെ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൗൺസിൽസ് ആണ്. അപ്പം അതവിടെ നിൽക്കട്ടെ, ജമ്മു ആൻഡ് കാശ്മീരിൽ നടക്കാൻ പോകുന്ന ഇലക്ഷൻ എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ജസ്റ്റ് 1 year ബാക്ക് ജമ്മു ആൻഡ് കാശ്മീർ വാസ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ദ ഓൺലി മുസ്ലിം മെജോറിറ്റി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആയിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ. ബട്ട് ത്രൂ വൺ ആക്ട്, അതിന്റെ ആക്ടിന്റെ പേരെന്ന് വെച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ആണെന്നാണ് എന്റെ ഓർമ്മ. ആ ആക്ട് വഴി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ divided Jammu and Kashmir into 2 separate union territories, namely Jammu and Kashmir and Ladakh. അപ്പം അങ്ങനെ 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറി. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ ഇലക്ഷനാണ്. ആ ഇലക്ഷന്റെ പ്രത്യേകത അതാണ്. ജമ്മു ആൻഡ് കാശ്മീരിന് സ്റ്റേറ്റ് പദവി നഷ്ടപ്പെട്ടു. അതിനുശേഷം 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറ്റി. അതിൽ JNKയുടെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ്. JNK ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ SINHA. അതുപോലെ ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണർ RK മാത്തൂർ ആണ്. RK മാത്തൂർ MATHUR. അപ്പം അവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അവിടുത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെ ഒരു സംഭവമാണ്. അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ ഒന്നും നമുക്ക് എഴുതിയെടുക്കാറുന്നില്ല. ബാക്കി പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇങ്ങനൊരു ന്യൂസ് ഉണ്ട്. അത് വളരെ നമുക്ക് സന്തോഷം തരുന്ന ഒരു ന്യൂസ് ആണ്. നമ്മുടെ കോവിഷീൽഡ് എന്ന് പറയുന്ന കൊറോണയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാക്സിൻ മാനുഫാക്ചറേഴ്സ് ആയ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെ ബേസ്ഡ് ആയിട്ടുള്ള വാക്സിൻ മാനുഫാക്ചറേഴ്സ്, വേൾഡിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വാക്സിൻ മാനുഫാക്ചറിങ് കമ്പനീസും ആണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഷീൽഡ് എന്ന് പറയുന്ന കൊറോണ വാക്സിന്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. മിക്കവാറും 1-2 മാസത്തിനകം ക്രോഡ്സ് ഓഫ് ഡോസസ് ഓഫ് ഈ ഒരു പിന്നീട് വാക്സിൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കണ്ടീഷനിലാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊരു ന്യൂസ് ആണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കണ്ടോ, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അഡാർ പൂനാവാലയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ CEO. അഡാർ പൂനാവാല, POONAWALA, അഡാർ പൂനാവാല. ഇവർ ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത് ICMR-ആയിട്ട് ചേർന്നാണ്. ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ്. ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അതിന്റെ ഡയറക്ടർ ബൽറാം ഭാർഗവയാണ്. ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഡയറക്ടർ ബൽറാം ഭാർഗവ. പിന്നെ ഇന്നലെ ഇന്ത്യ ASEAN ടു എക്സ്പാൻഡ് ട്രേഡ് ഡെസ്പൈറ്റ് RCEP വാക്കൗട്ട്. ഈ ഒരു ഹെഡിങ് കണ്ടാൽ ആദ്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാകത്തില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാതൃരാജ്യം, നമ്മളുടെ മദർലാൻഡ്. അവര് ASEAN എന്ന് പറയുന്ന ഗ്രൂപ്പുമായിട്ട്, പിന്നെ ASEAN എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞാണ്, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ASEAN consists of 10 countries. Actually those countries are situated in Southeast Asia. അപ്പം ഈ ASEAN കൺട്രീസുമായിട്ട് ഇന്ത്യയുടെ ട്രേഡ് റിലേഷൻ ബൂസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഡെസ്പൈറ്റ് RCEP വാക്കൗട്ട് എന്ന് കൊടുത്തേക്കുന്നതായിരിക്കും പലർക്കും മനസ്സിലാവാത്ത. RCEP is an agreement. Actually, it is a trade agreement. RCEP, expansion of RCEP's Regional Comprehensive Economic Partnership. RCEP's Regional Comprehensive Economic Partnership. It had 16 member countries in the beginning. അത് ആ 16 member countries എന്ന് പറയുന്നത് ASEAN countries, ഞാൻ പറഞ്ഞ 10 ASEAN countries, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലെ 10 countries-ഉം ബാക്കി 6 നേഷൻസും ചേർന്നായിരുന്നു. ആ 6 നേഷൻസ് എന്ന് പറയുന്നത് ജപ്പാൻ, സൗത്ത് കൊറിയ, ന്യൂസിലാൻഡ്, ഇന്ത്യ, പിന്നീട് ചൈന, പിന്നെ ഒരു രാജ്യം ഓസ്ട്രേലിയ ആണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ 6 രാജ്യങ്ങളായിരുന്നു. പക്ഷേ 1 year back India decided to walk out of RCEP, Regional Comprehensive Economic Partnership, because of our legitimate concerns. നമ്മളുടെ ഫാമേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടുതൽ നല്ലത് RCEP, റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു അസംഷന്റെ ബേസിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു ക്വിറ്റ് ഫ്രം RCEP, റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ്. സോ now India is not a member of RCEP, so it became a 15-member grouping. Initially it was a 16-member grouping.
At that time, India was a member of that group. മെമ്പർ എന്ന് പറയാൻ പറ്റൂല, ആക്ച്വലി അത് ആ സമയത്ത് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടേ ഉള്ളായിരുന്നു. എഗ്രിമെന്റിൽ ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളായിരുന്നു. അതിപ്പോ എക്സിസ്റ്റൻസിലേക്ക് വന്നില്ലായിരുന്നു ആ സമയത്ത്. ഇപ്പോഴാണ് അത് എക്സിസ്റ്റൻസിലേക്ക് വരാൻ പോണത്. ഇപ്പൊ എക്സിസ്റ്റൻസിലേക്ക് വരാൻ പോകുന്ന സമയത്ത് ഇന്ത്യ ഡിസൈഡഡ് ടു quit from that grouping and now it has only 15 members. അത് 10 ആസിയാൻ മെമ്പേഴ്സും ബാക്കി ചൈനയും ഓസ്ട്രേലിയയും ജപ്പാനും പിന്നീട് സൗത്ത് കൊറിയയും ന്യൂസിലാൻഡും ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പൊ അതാണ് RCEP. പക്ഷെ ഇന്ത്യ ഇപ്പോഴും RCEPയിൽ റീജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ കൺസേൺസ് അഡ്രസ് ചെയ്താൽ ചിലപ്പോൾ റീജോയിൻ ചെയ്യും. പിന്നീട് നമ്മൾ അതിൽ പഠിക്കാനുള്ള വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് ഉണ്ടോ, ഇൻ ബ്രീഫ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, ഈ സൈഡിലുള്ള കോളം. ഈ കോളത്തിൽ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 5th സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ ലോഞ്ച് ചെയ്തതാണ്. ഈ സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എ ടൈപ്പ് ഓഫ് സബ്മറൈൻ ആണ്, അന്തർവാഹിനി സബ്മറൈൻസ്. അതിൽ ഒരെണ്ണമാണ് സ്കോർപിയൻ സബ്മറൈൻ. അതിൽ 5 സ്കോർപിയൻ സബ്മറൈൻസ് ഇന്ത്യ മൊത്തത്തിൽ ഇപ്പോൾ ഉണ്ടാക്കി. അത് മസഗോൺ ഡോക്ക് എന്ന് പറയുന്ന മുംബൈയിലെ ഡോക്കിലാണ് ഇത് മാനുഫാക്ചർ. മസഗോൺ MAZGON മസഗോൺ ഡോക്ക്. അപ്പൊ അത് ഇന്ത്യ INS കൽവാരി, INS ഖണ്ഡേരി, ഇങ്ങനെ അതാദ്യം ഇന്ത്യ മാനുഫാക്ചർ ചെയ്ത 2 സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻസ്, INS കൽവാരി, INS ഖണ്ഡേരി. ഇപ്പൊ എന്താ INS വാജിർ എന്ന അതിന്റെ പേര്, VAGIR വാജിർ. ഇതിന്റെ ഇടയിൽ വേറെ 2 ഉണ്ട്, അതിന്റെ പേരുകൾ ഞാൻ മറന്നുപോയി. അങ്ങനെ മൊത്തം 5 എണ്ണമായി. 5ാമത്തെ ഇന്നലെ ലോഞ്ച് ചെയ്തു. അപ്പം ഇന്ത്യയുടെ സ്കോർപിയൻ സബ്മറൈൻസിന്റെ പേര് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ ഇന്ത്യ ഇൻഡിജനസ്ലി ഡെവലപ്പ് ചെയ്താണ്, ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തത്. ബാക്കി പലതും ഇന്ത്യ വാങ്ങിയതാണ്. അപ്പൊ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത 5 എണ്ണത്തിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഇന്നലെയും. ഇന്ത്യ ചൈന ഹാഡ് ക്യാൻഡിഡ് ഡിസ്കഷൻ സേസ് MEA. എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് പറഞ്ഞിരിക്കുക, ചൈനയും ഇന്ത്യയും തമ്മിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഡിസ്കഷൻസ് നമ്മളെ ബോർഡർ ഏരിയയിലെ ഡിസെൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പതുക്കെ അത് നടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഇന്ത്യയുടെ സ്പോക്സ് പേഴ്സൺ ആണ് അനുരാഗ് ശ്രീവാസ്തവ. സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വക്താവ് എന്ന് മലയാളത്തിൽ പറയാം. വക്താവ്. ഇപ്പോ BJP, കോൺഗ്രസ് അങ്ങനെയുള്ള പാർട്ടികൾക്ക് വക്താവുമാരുണ്ട്. വക്താവ് എന്ന് പറഞ്ഞാൽ അവരാണ് മീഡിയ എപ്പോഴും അഡ്രസ് ചെയ്തത്, മീഡിയയോട് ഈ പാർട്ടിയുടെ ഡിസിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ. അതുപോലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് ഇതുപോലെ ഒരു മീഡിയയെ ഫേസ് ചെയ്യാൻ ഒരു മുഖമുണ്ട്, ഒരു ഫേസ് ഉണ്ട്. അയാളാണ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്നത് അനുരാഗ് ശ്രീവാസ്തവയാണ്. അനുരാഗ് ശ്രീവാസ്തവ. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത ന്യൂസിലേക്ക് പോകുമ്പോൾ ബാക്കി ഇത് തന്നെ എല്ലാ ദിവസത്തെയും പോലെ US-ന്റെ ബൈഡൻ സ്പീക്സ് ടു ഇൻഡോ പസഫിക് ലീഡേഴ്സ്. അപ്പൊ കുറച്ച് ആൾക്കാരുമായിട്ട്, കുറച്ച് വേൾഡ് ലീഡേഴ്സുമായിട്ട് ബൈഡൻ അതിൽ സംസാരിച്ചു. ആ ലീഡേഴ്സിന്റെ പേര് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ യോഷിഹിദെ സുഗയാണ്. YOSHIHEDE യോഷിഹിദെ സുഗ, SUGA, യോഷിഹിദെ സുഗ, SUGA. അപ്പം ജപ്പാന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പേരല്ലാത്ത എഴുതിക്കോണം, യോഷിഹിദെ സുഗ. അതുപോലെ സൗത്ത് കൊറിയയുടെ പ്രസിഡന്റുമായിട്ടും ഇന്നലെ ജോയ് ബൈഡൻ സംസാരിച്ചു. സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് മൂൺ ജെ ഇൻ ആണ്, MOON, മൂൺ JAE, മൂൺ ജെ ഇൻ. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് അദ്ദേഹം സംസാരിച്ചു. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ സ്കോട്ട് മോറിസൺ. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ സ്കോട്ട് സ്കോട്ട് മോറിസൺ, MORRISON, സ്കോട്ട് മോറിസൺ ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ. അവരോടൊക്കെ ഇന്നലെ അദ്ദേഹം സംസാരിച്ച കാര്യത്തെ കുറിച്ചുള്ള ന്യൂസ് ആണത്. പിന്നീട് നോർത്ത് കൊറിയ ഹിറ്റ്സ് ഔട്ട് അറ്റ് UN ന്യൂക്ലിയർ ബോഡി. യുണൈറ്റഡ് നേഷൻസിന്റെ ന്യൂക്ലിയർ ബോഡി. യുണൈറ്റഡ് നേഷൻസിന്റെ ന്യൂക്ലിയർ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയുടെ പേരാണ് IAEA. എഴുതിയേക്കണം, IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. IAEAയുടെ എക്സ്പാൻഷൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഹെഡ്ക്വാർട്ടേഴ്സ് വിയന്ന. ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയാണ് IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, യുണൈറ്റഡ് നേഷൻസിന്റെ ന്യൂക്ലിയർ ബോഡി. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നോർത്ത് കൊറിയയുടെ ക്യാപിറ്റൽ അറിഞ്ഞിരിക്കുക. നോർത്ത് കൊറിയയുടെ ക്യാപിറ്റൽ പ്യോങ്യാങ് ആണ്. PYONGYANG, പ്യോങ്യാങ്. PYONGYANG, നോർത്ത് കൊറിയയുടെ ക്യാപിറ്റൽ പ്യോങ്യാങ്. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് അൺ, KIM, കിം ജോങ്, JONG, ജോങ് അൺ, കിം ജോങ് അൺ.
പിന്നീട് പിന്നെ ഇന്ത്യക്ക് കുറച്ച് കൺസേൺ ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. ചൈന ചെയേഴ്സ് മീറ്റ് വിത്ത് സൗത്ത് ഏഷ്യൻ പാർട്ട്നേഴ്സ് അമിഡ് COVID-19 എന്നൊരു ന്യൂസ്. ചൈന ഇന്നലെ വിർച്വൽ കോൺഫറൻസ് സംഘടിപ്പിച്ചു, ശ്രീലങ്കയായിട്ട്, ബംഗ്ലാദേശുമായിട്ട്, നേപ്പാളുമായിട്ട്, പാകിസ്ഥാനുമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിലൊരു ഇന്ത്യക്ക് കൺസേൺ ഉണ്ടാക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഇതില് പാകിസ്ഥാൻ ഒഴിച്ച് ബാക്കി 3 രാജ്യങ്ങളും ഇന്ത്യയുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സും ഇന്ത്യയുടെ സാർക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ, സാർക്കിലെ മെമ്പർ കൺട്രീസും ആണ്. China is trying to make influence among India's neighboring countries. അത് ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കലി വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. അപ്പോൾ BRI എന്ന് പറഞ്ഞ ചൈനയുടെ ഒരു പ്രൊജക്ടിനെ കുറിച്ചൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട്. BRI എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. ചൈനയുടെ BRI പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ആണ്. ഇറ്റ് ഈസ് എ കണക്ടിവിറ്റി പ്രൊജക്ട്. It's an ambitious connectivity project by Chinese President Xi Jinping. China President ആണ് Xi Jinping, Xi Jinping, JINPING. അപ്പോൾ ചൈനയുടെ പ്രസിഡന്റ് Xi Jinpingന്റെ വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ് BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. അതിന്റെ പാർട്ടായിട്ടുള്ള പ്രൊജക്റ്റ് ആണ് പാകിസ്ഥാനുമായിട്ട് ചൈന ചേർന്ന് നടപ്പാക്കുന്ന CPEC, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. CPEC, China-Pakistan Economic Corridor, is a connectivity project between China and Pakistan. It comes under BRI Belt and Road Initiative. India is actively opposing that project, and the reason it goes through Gilgit-Baltistan area of Pak-occupied Kashmir. Pak-occupied Kashmir illa Gilgit-Baltistan എന്ന് പറയുന്ന മേഖല, GILGIT, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ, BALTISTAN. ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഈ റീസെന്റ് ആയിട്ട് പാകിസ്ഥാൻ അവരുടെ 5th പ്രോവിൻസ് ആയിട്ട്, 5th സ്റ്റേറ്റ് ആയിട്ട് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ഡിക്ലെയർ ചെയ്തു. പക്ഷെ ഇത് ഇല്ലീഗലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ഒരു ഡിസ്പ്യൂട്ടഡ് ഏരിയയാണ്. അപ്പൊ അത് ഒക്യുപ്പൈഡ് കാശ്മീരിന്റെ ഭാഗമാണ്. അത് ഇന്ത്യയുടെ ടെറിട്ടറി എന്ന് പറയുന്നതാണ്. സോ ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ് അത്. അപ്പൊ അതാണ് പാകിസ്ഥാൻ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ചോദിക്കാം, 5th പിന്നീട് പ്രോവിൻസ് ആയിട്ട് ഇപ്പൊ പാകിസ്ഥാൻ ഡിക്ലെയർ ചെയ്ത് എവിടെയാണ്? ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ആണ്. പിന്നെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 7.61% ആയിട്ട് കൂടി എന്നൊരു ന്യൂസ് ഉണ്ട്. 2 തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ട്. പണപ്പെരുപ്പം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻഫ്ലേഷൻ. ദർ ആർ 2 types of inflations. WPI ഇൻഫ്ലേഷൻ, അതിനെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. WPI ഇൻഫ്ലേഷൻ അതിനെ പറഞ്ഞ വേറൊരു പേരാണ്, അതിന്റെ പറയുന്ന എക്സ്പാൻഷൻ ആണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ. അതുപോലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഉണ്ട്. ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ പറയുന്ന വേറൊരു പേരാണ് CPI ബേസ്ഡ് ഇൻഫ്ലേഷൻ. CPI എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ഇൻഫ്ലേഷനെയാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പം അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ Moody's narrows 2020 GDP contraction to 8.9%. Moody's is an international credit rating agency. ഒരു US കമ്പനിയാണ് മൂഡീസ്. അതൊരു ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അവർ പറഞ്ഞേക്കുന്ന ഇന്ത്യയുടെ GDP ഗ്രോത്ത് കോൺട്രാക്ഷൻ ഈ ഫിനാൻഷ്യൽ ഇയറിൽ 8.9% ഇതായിരിക്കും. അതായത് കോവിഡ് പ്രോബ്ലം മൂലമുള്ള GDP കോൺട്രാക്ഷൻ 8.9% ആയിരിക്കും ഈ വർഷം എന്നാണ്. അതായത് അടുത്ത വർഷം ഇന്ത്യയുടെ GDP 8.6% ഗ്രോ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് അവർ നെക്സ്റ്റ് ഇയറിൽ. പിന്നീട് IIP എന്ന് പറഞ്ഞൊരു ഡേറ്റയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഇൻച്ച്ഡ് അപ്പ് ബൈ 0.2% ഇൻ സെപ്റ്റംബർ. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ IIP എന്ന് പറഞ്ഞ ഡേറ്റയാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. നമ്മളുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എത്രമാത്രം ഓരോ മന്തിലും കൂടുന്നു കുറയുന്നു എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. So as per index of industrial production, Indian industrial output inched up by 0.2% in September. It is a very good sign. And previously it was contracting because of the lockdown implemented by government of India to combat COVID-19. Gradual unlocking started. Now it started increasing. It started expanding. That nallൊരു ലക്ഷണമാണ് ഇക്കോണമിയുടെ റിവൈവലിനെ സൂചിപ്പിക്കുന്നു. അത് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനികളിൽ ഒരെണ്ണമാണ് വിപ്രോ. വിപ്രോയുടെ സിഇഒയുടെ പേരാണ് തിയറി ഡെൽപോർട്ടെ. തിയറി THIERRY തിയറി
ഡെലാപോർട്ടെ എന്നാണ്. ഡെലാപോർട്ടെ, DELAPORTE, DELAPORTE, ഡെലാപോർട്ടെ. പിന്നീട് അസോജത്തിന്റെ പ്രസിഡന്റിന്റെ പേര് എഴുതിക്കോ. അസോജം, അസോജം അല്ല, ഫിക്കിയാണെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്. അസോജം, ASSOCHAM, അസോജം. ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ കാണാം. നിരഞ്ജൻ ഹിരന്ദാനി, നിരഞ്ജൻ NIRANJAN, നിരഞ്ജൻ ഹിരന്ദാനി HIRANDANI, നിരഞ്ജൻ ഹിരന്ദാനി ഇസ് ദ പ്രസിഡന്റ് ഓഫ് അസോജം. അസോജം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസോജം എന്ന് പറഞ്ഞാൽ അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ എന്നാണ്. അത് ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിന്റെ ഒരു ഗ്രൂപ്പാണ് അസോജം, അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ, അസോജം, ASSOCHAM. പ്രസിഡന്റ് നിരഞ്ജൻ ഹിരന്ദാനി. പിന്നെ പറയാൻ വേറെ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാനത് ഇങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എല്ലാവരും വായിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും നിങ്ങളത് വായിച്ച് തീരത്തില്ല. പിന്നെ ഇവിടെ സ്പോർട്സ് പേജിൽ നമുക്ക് ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ BCC ഡിറ്റർമൈൻഡ് ടു ഡെലിവർ എ സേഫ് T20 വേൾഡ് കപ്പ് എന്നാണ്. നെക്സ്റ്റ് ഇയേഴ്സ് T20 വേൾഡ് കപ്പ് 2021 T20 വേൾഡ് കപ്പ് വിൽ ബി ഹെൽഡ് ഇൻ ഇന്ത്യ. അത് പ്രീവിയസ്ലി ഡിറ്റർമൈൻഡ് ആണ്. But this year's T20 World Cup was in Australia. Actually, it is postponed because of the COVID-19 problem, and it will happen in the year of 2022 only. Previously, it was decided to conduct T20 World Cup 2020 in Australia, but due to COVID problem, it has been postponed to 2022. 2022 ഇനി ഓസ്ട്രേലിയയിൽ വെച്ചുള്ള ഈ T20 വേൾഡ് കപ്പ് നടക്കും. 2021 പിന്നീട് T20 വേൾഡ് കപ്പ് ഉണ്ട്. അത് ഇന്ത്യയിൽ വെച്ചാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ന്യൂസ്. പിന്നെ അവിടെ എഴുതിയെടുക്കാം. പിന്നെ ഒരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ നദാലിനെ കുറിച്ചൊക്കെ കണ്ടേക്കാം. നദാല്, ഡൊമിനിക് തീം, അവരെയൊക്കെ പേരുകൾ ഇവിടെ ഉണ്ട്. ഡൊമിനിക് തീം ഉണ്ട്. പിന്നെ സ്റ്റെഫാനോസ് സിറ്റ്സിപ്പാസ് എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. ഇവരെല്ലാം ഈ ATP ഫൈനൽസിൽ പങ്കെടുക്കാൻ പോണ ടെന്നീസ് താരങ്ങളാണ്. ATP ഫൈനൽസ് നടക്കാൻ പോണ ലണ്ടനിലാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ടെന്നീസിന്റെ സീസൺ എൻഡിങ് ടൂർണമെന്റ് ആണ്. ഒരു വർഷം ടെന്നീസിൽ സീസൺ എൻഡിങ് ടൂർണമെന്റിനെയാണ് ATP ഫൈനൽസ് എന്നറിയപ്പെടുന്നത്. ATP ഫൈനൽസ് ഈ വർഷത്തിൽ നടക്കാൻ പോണ ലണ്ടനിൽ വെച്ചാണ്. അപ്പൊ അതിന്റെ ഒരു ന്യൂസ് ആണത്. പിന്നെ പിന്നെന്താണ്, ഇന്നലെ ഞാൻ ആദിത്യ അശോകിനെ കുറിച്ചും വേസ മാലിക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അവരൊക്കെ ഇന്ത്യയുടെ വിമൻ ഗോൾഫ് പ്ലേയേഴ്സ് ആണ്. പിന്നെ ഇവിടെ പ്രജ്നേഷ് ഗുണേശ്വരൻ ഇന്ത്യയുടെ ഒരു ടെന്നീസ് പ്ലെയർ ആണ്. പ്രജ്നേഷ് PRAJNESH, പ്രജ്നേഷ് ഗുണേശ്വരൻ. അതുപോലെ രാംകുമാർ രാമനാഥൻ ഇന്ത്യയുടെ വേറൊരു ടെന്നീസ് പ്ലെയർ ആണ്. ഇവരെ കുറിച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. പ്രജ്നേഷ് ഗുണേശ്വരനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു, പക്ഷെ രാംകുമാർ രാമനാഥനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ ഇന്ത്യയുടെ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയിട്ടുള്ള പിന്നീട് ഷൂട്ടറാണ് അപൂർവി ചന്ദേല. അവർ നെക്സ്റ്റ് ഒളിമ്പിക്സ് ഇന്ത്യക്ക് മെഡൽ നേടിത്തരുമെന്ന് ഏകദേശം ഉറപ്പുള്ള ഒരു ഷൂട്ടറാണ് അപൂർവി ചന്ദേല. CHANDELA APURVI, അപൂർവി ചന്ദേല, CHANDELA. അവരെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഫോർമുല 1 നിലവിലുള്ള ചാമ്പ്യൻ ലൂയിസ് ഹാമിൽട്ടനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ലൂയിസ് ഹാമിൽട്ടൺ. പിന്നെ അത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇന്ത്യയുടെ ലെജൻഡറി ക്രിക്കറ്റ് പ്ലെയർ കപിൽ ദേവ്, അദ്ദേഹം 1983 ഇന്ത്യക്ക് ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടുന്ന ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന് ഈയിടയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ഹാർട്ട് പ്രോബ്ലം വന്നിട്ട്. ഇപ്പൊ പുള്ളി ഇപ്പൊ ആരോഗ്യവാനായി തിരിച്ചെത്തിയിരിക്കുന്നു. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ന്യൂസുകളും പറയുന്നത്. എന്നത്തെയും പോലെ 10:30 കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ആവുന്നത് ശ്രമിച്ചു. കംപ്ലീറ്റ് ആയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറോട് അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരും പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ നേരെ പത്രം എടുത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് നോക്കി ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് പുതിയ വൊക്കാബുലറികൾ മനസ്സിലാക്കുക. കറണ്ട് അഫയേഴ്സ് ഒരുവിധം എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ കറണ്ട് അഫയേഴ്സ് അല്ല ഇനി നിങ്ങൾ നോക്കേണ്ട വൊക്കാബുലറി ആണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മിത്ര ഗുഡ്